നെല്ലൂർ ദർഗയ്ക്ക് പോണ ഏരിയ ആണ് കേട്ടോ. അടിപൊളി ബിരിയാണി സ്പോട്ടാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഉച്ച നേരമാണ്, 1 മണിയായിട്ടുള്ളൂ. നല്ല തിരക്കാണ്. ഇതുപോലെ പ്ലേറ്റിൽ ഇല വെച്ചിട്ടാട്ടെ നമുക്ക് തരിക. ഇവിടെ ഒരാളത് വളർത്തിക്കൊണ്ടേ ഇരിക്കണേ. നിങ്ങളവിടെ സ്ഥലം? മലപ്പുറം. മലപ്പുറം എവിടെ? മലപ്പുറം പാലക്കാടിന് പോകണം. മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഞാൻ മലപ്പുറം. കാടാമ്പുഴ. ഇവിടെ എന്ത് ചെയ്യണേ? ശരി. ബിരിയാണി മേടിക്കാൻ വന്നപ്പോൾ ഇവിടുന്ന് കണ്ടാട്ടവരെ ഇവർ എക്സാമായിട്ട് വന്നതാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ എക്സാമിന് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ മലയാളിയായ ഒരാളെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ഇതുപോലെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് പരിചയപ്പെടാൻ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. എന്താ എന്ത് എക്സാമാ? ബിരിയാണി മുന്നേ കഴിച്ചിക്കണോ? അടിപൊളിയില്ല. ഞാനും കഴിച്ച്. ഞാൻ അതാ 2ാമത് വന്നേ. 3ാമതാണ് ഇപ്പോൾ. അങ്ങനെ നമ്മളവിടുന്ന് മേടിച്ച 70 റുപ്യേൻ്റെ ബിരിയാണി കേട്ടോ. ഇതിൽ ഒരു മുട വരുന്നുണ്ട്, 2-3 ഇതുപോലത്തെ പീസ് വരുന്നുണ്ട് കേട്ടോ. അതാ ഇത്രയും പീസും വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇങ്ങനത്തെ ചില്ല് മേടിച്ചിരിക്കണം. ഇതിന് 50 രൂപ കേട്ടോ, 100 ഗ്രാം. ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. നമ്മളേ മാർക്കറ്റിൽ സാധനം എടുക്കാൻ പോകട്ടോ. നമ്മൾ നെല്ലൂരാണുള്ളത്. നമ്മൾ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളും നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പ്രവർത്തിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോന്ന്. അപ്പോൾ ആ ഒരു സ്റ്റേജിക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ചൊരു ഫണ്ടിൽ നമ്മളെ ട്രാവലിങ് നടക്കണില്ല. ഉദ്ദേശിച്ചത് നമുക്ക് അതിലൊരു കംഫർട്ട് കിട്ടണില്ല. ഫണ്ട് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഫണ്ട് കണ്ടെത്താനുള്ള പുതിയ മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായി തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു രീതിക്ക് നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വിഷയലും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത്, ഏതെല്ലാം മാർഗ്ഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം ഇന്ന് മാർക്കറ്റിൽ നമ്മൾ സാധനം എടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് മാർക്കറ്റിൽ പോയി സാധനം എടുത്തിട്ട് അതിൻ്റെ ഓരോ സെക്ഷൻസും കാണാം. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ടാണ് ഈ കച്ചവടം ചെയ്യണമെന്നുള്ളത് കൂടി മനസ്സിലാക്കണം. 5:56 കേട്ടോ. എന്നോട് പറഞ്ഞത് 4 മണി മുതൽ ഇവിടെ മാർക്കറ്റ് സജീവമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധനം എടുക്കാൻ പോകുന്ന ഏരിയ ഈ ഒരു ഏരിയ കേട്ടോ. നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ചെയ്തിരുന്നത് വത്തക്ക മാത്രം എടുത്തിട്ടാണ്. ഇന്ന് നമ്മൾ പപ്പായ ആടാക്കണമെന്നുണ്ട്. ഇവിടെയൊക്കെ കടകൾ എന്ന് വെച്ചിട്ട് ഹോൾസെയിൽ കടകളില്ല കേട്ടോ. എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കൊടുന്നുകാണ്ട് ഏതെങ്കിലും കടൻ്റെ മുന്നിൽ ഇങ്ങോട്ട് വെക്കുകയാണ്. നമുക്ക് അപ്പൊക്കെ റെഡി പേയ്മെൻറ്റ് കൊടുത്തിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് കേട്ടോ. കടം കാര്യങ്ങളും റെഗുലറായിട്ട് എടുക്കുന്ന ടീംസിനൊക്കെ ഉണ്ടാവുമായിരിക്കും. നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ. നമ്മൾ പിന്നെ അങ്ങനെ ആഗ്രഹിക്കണമെന്നില്ല കേട്ടോ. ചെറിയ എമൗണ്ടിലുള്ള സാധനങ്ങൾ എടുക്കുക, അത് അന്നാന്ന് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഏരിയ ഇവിടെ നിന്നാണ് തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ വരുമ്പോഴൊക്കെ കണ്ടീന്ന്. അപ്പോൾ നമ്മൾ രാവിലത്തെ മാർക്കറ്റിലാണ് കേട്ടോ. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ രീതി. കടകളല്ല, അങ്ങനെ മൊത്തത്തിൽ കൊടുന്ന് വെച്ചിട്ട് പിന്നെ ഇവരിങ്ങനെ വിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റിയ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കടലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മാങ്ങ മാർക്കറ്റ് ഈ ഒരു ടൈമിൽ തന്നെ ഭയങ്കര സജീവമാണ് കേട്ടോ. ഹോൾസെയിൽ മാർക്കറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏരിയക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. പക്ഷേ നാട്ടിൽ ഇത്രത്തോളം പരത്തിയിട്ടുണ്ടാവില്ല എന്ന് മാത്രം. നാട്ടിൽ സിമ്പിളാക്കിയിട്ട് ഓരോ സെറ്റ് റൂമിലാണ് കാര്യങ്ങൾ നടക്കുക. ഇത്രത്തോളം കടകളും ഉണ്ടാവില്ല. ഇതൊരു മാങ്ങൻ്റെ ഷോപ്പാണ് കേട്ടോ. ഇത് കമ്പത്തിൻ്റെ ഷോപ്പാണ് കേട്ടോ. വലിയ ഷോപ്പ്. മണൽ കൊണ്ടുപോകണ വണ്ടി കേട്ടോ, കാളവണ്ടി. അപ്പോൾ കമ്പത്തിൻ്റെ വില പറയണത് 30-20 കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നമ്മൾ 50 കിലോനാട്ടോ മേടിക്കണത്. ചെറുതാണ് 10 റുപ്യ, വലുതാണെങ്കിൽ 13 റുപ്യ എന്നിട്ട് പറഞ്ഞിട്ടാ. അപ്പോൾ ചെറുത് നോക്കിയിട്ട് മേടിക്കണേ. ഫ്രഷ് ആണെന്നാണ് തോന്നുന്നത്. റെഡി പൈസൻ്റെ കച്ചവടമാണ് കേട്ടോ. കമ്പാണെങ്കിൽ 30 റുപ്യ. നമ്മൾ വത്തക്കണ 13 10 ഉണ്ട്. നമ്മൾ 10 കേട്ടോ മേടിക്കണേ. വലിപ്പം കുറഞ്ഞത് 10 റുപ്യ, വലിപ്പം കൂടിയത് 13 റുപ്യ. അങ്ങനെ നമ്മളൊരു 50 കിലോ മേടിച്ചിട്ടുണ്ട്. ഇനിയൊരു 50 കൂടി മേടിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ കമ്പ് 20 വത്തക്ക 100 കിലോനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 4 ചാക്കാണ്, അല്ല സോറി, ഈ 5 ചാക്കാണ്.
ഈ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ കടല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും വണ്ടികളും കാര്യങ്ങളും ബഹളങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. ഏകദേശം 6 മണിക്കാണ് മാർക്കറ്റ് സജീവമാകുക. 4 മണി മുതൽ ഓപ്പൺ ആണ് കേട്ടോ. ഇന്ന് കിട്ടിയ വത്തൊക്കെ ഒന്നുകൂടി ഫ്രഷ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പൂക്കൾ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇങ്ങനെയുള്ള മൃഗങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ മാർക്കറ്റിൽ. ഏകദേശം മാർക്കറ്റ് ആന്ധ്രാപ്രദേശിലെ മാർക്കറ്റ് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. അങ്ങനെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു ചായ നിർബന്ധമാണ്. കാരണം പെരയിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ചായ കുടിച്ചിട്ടല്ലല്ലോ വരുന്നത്. പരിപാടികളൊക്കെ കഴിഞ്ഞൊരു ചായ അടിക്കാനുള്ള പരിപാടിയില്ലാട്ടാ. ഇവിടെ നിന്നൊരു ചായ പറഞ്ഞിട്ടുണ്ട്. നല്ല കളറാണ് ഒന്നുണ്ട് കേട്ടോ. ചായൻ്റെ കളർ നോക്കി. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അടുത്തൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. നമ്മുടെ വീഡിയോ ചിത്രീകരണത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.